എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഗണപതി വിഗ്രഹത്തിനെ പറ്റിയാണ്. ഏതൊരു കർമ്മങ്ങളും ആദ്യം തുടങ്ങുമ്പോൾ തടസ്സങ്ങൾ ഒഴിവാക്കാനും കാര്യം ഭംഗിയായി നടക്കാനും ഗണപതിയെ പ്രസാദിപ്പിക്കണം. അതിനാൽ ഗണപതി വിഗ്രഹം വീട്ടിൽ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഗണപതിയുടെ വിഗ്രഹം ഓരോ വീട്ടിലും ഉണ്ടാകും. വിഗ്രഹം വയ്ക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത് വീട്ടിൽ ഐശ്വര്യവും ആനന്ദവും കൊണ്ടുവരും. സന്തോഷവും ഐശ്വര്യവും സമാധാനവുമാണ് ലക്ഷ്യമെങ്കിൽ വെളുത്ത ഗണപതി വിഗ്രഹം വേണം വീട്ടിൽ വയ്ക്കാൻ. വീട്ടിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരുവാൻ ഗണപതിയുടെ ഇരിക്കുന്ന രൂപത്തിലുള്ള വിഗ്രഹം വേണം വയ്ക്കാൻ. വീടിൻ്റെ പ്രധാന കവാടത്തിന് നേരെ വിപരീത ദിശയിൽ വിഗ്രഹം വയ്ക്കുന്നത് വീട്ടിലേക്ക് ദോഷകരമായത് ഒന്നും പ്രവേശിക്കാതെ ഗണേശൻ്റെ ദൃഷ്ടി ഉണ്ടാകാൻ വേണ്ടിയാണ്. സ്വീകരണ മുറിയിലെ അലമാരയിൽ വയ്ക്കുന്ന വിഗ്രഹം 1 ഇഞ്ച് അകലത്തിൽ വയ്ക്കാൻ ശ്രദ്ധിക്കണം. തുകലിൽ ഉണ്ടാക്കിയ സാധനങ്ങളൊന്നും വിഗ്രഹത്തിനടുത്ത് വയ്ക്കാൻ പാടില്ല. പൂജാമുറിയിൽ ഒരു ഗണപതി വിഗ്രഹം മാത്രം വയ്ക്കുക. വ്യക്തിപരമായ ഉയർച്ചയാണ് ലക്ഷ്യമെങ്കിൽ കുങ്കുമവർണ്ണത്തിലെ ഗണപതി വിഗ്രഹം വേണം വീട്ടിൽ വയ്ക്കേണ്ടത്. വീട്ടിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്താണ് വിഗ്രഹം വയ്ക്കുന്നതെങ്കിൽ 2 എണ്ണം ആയിട്ടേ വയ്ക്കാവൂ. ഒന്ന് കവാടത്തിലേക്ക് തിരിച്ചും മറ്റൊന്ന് എതിർദിശയിലേക്കും തിരിച്ചു വയ്ക്കണം. വീടിൻ്റെ മറ്റേതെങ്കിലും മുറിയിലേക്ക് ഗണേശ വിഗ്രഹം പുറകു വശം വരുന്നത് ദാരിദ്ര്യത്തിന് കാരണമാകും. അതിന് പരിഹാരമായിട്ടാണ് മറ്റൊരു വിഗ്രഹം കൂടി നേരെ വിപരീത ദിശയിൽ വയ്ക്കുന്നത്. വാസ്തുപ്രകാരം ഗണേശൻ വീട്ടിൽ സമ്പത്തും സമാധാനവും നൽകുകയും നിങ്ങളുടെ വീടിനെ നെഗറ്റീവ് എനർജിയിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യും. വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിലാണ് ഗണേശ വിഗ്രഹം വയ്ക്കേണ്ടത്. നിങ്ങളുടെ വീട്ടിൽ സമാധാനവും ഐക്യവും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു ഗണേശ വിഗ്രഹം വയ്ക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ വീടുകളിൽ നിന്ന് ദോഷം അകറ്റാൻ ഏറ്റവും അനുയോജ്യമായ ഗണേശ വിഗ്രഹങ്ങളിൽ ഒന്നാണ് ദൃഷ്ടി ഗണേശൻ. നിങ്ങളുടെ വീടിൻ്റെ പ്രധാന കവാടത്തിന് എതിർവശത്താണ് ഇത് സൂക്ഷിക്കാൻ ഏറ്റവും നല്ല സ്ഥലം. വീട്ടിൽ ഗണേശ വിഗ്രഹം വയ്ക്കുമ്പോൾ അത് തെക്ക് ദിശയിലേക്ക് അഭിമുഖീകരിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക. കാരണം അത് വീട്ടിൽ നെഗറ്റീവ് എനർജി കൊണ്ടുവരും. ഒരു വീട്ടിൽ 1-ൽ കൂടുതൽ ഗണേശ വിഗ്രഹങ്ങൾ പാടില്ല. സ്റ്റെയർ, ഗാരേജ്, കിടപ്പുമുറികൾ, കുളിമുറികൾ എന്നിവയ്ക്ക് താഴെ വിഗ്രഹം വയ്ക്കുന്നത് അശുഭകരമാണ്. ഗണേശ ഭഗവാന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ ഓം ഗണപതായേ നമഃ പോലെയുള്ള ലളിതമായ മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ്. പിച്ചളയിലുള്ള ഗണേശ വിഗ്രഹം വയ്ക്കുന്നതിലൂടെ ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും കൊണ്ടുവരും. വീട്ടിൽ വാസ്തുദോഷം ഉണ്ടാകുന്നത് ശരിക്കും അശുഭകരമാണ്. ഒരു ക്രിസ്റ്റൽ ഗണേശ വിഗ്രഹത്തിൻ്റെ സഹായത്തോടെ നിങ്ങളുടെ വാസ്തുദോഷം നീക്കാം. വെള്ളിയിലുള്ള ഗണേശ വിഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ പ്രശസ്തി നേടാൻ സഹായിക്കും. ആരോഗ്യവും സമ്പത്ത് തടി കൊണ്ടുള്ള ഗണേശ വിഗ്രഹം വീട്ടിൽ സൂക്ഷിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. നല്ല ആരോഗ്യം ആകർഷിക്കുകയും കുടുംബങ്ങൾക്ക് ദീർഘവും സന്തോഷവുമായ ജീവിതം നയിക്കാൻ സഹായിക്കുകയും ചെയ്യും. വാസ്തുപ്രകാരം ഗണേശൻ വടക്കോട്ട് അഭിമുഖമായി വയ്ക്കുന്നതാണ് നല്ലത്. മറ്റ് അനുകൂല ദിശകൾ പടിഞ്ഞാറും വടക്ക് പടിഞ്ഞാറുമാണ്. ശുഭകരമല്ലാത്തതിനാൽ തെക്ക് ദിശ ഒഴിവാക്കേണ്ടതാണ്. ജീവിതത്തിലെ വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതീകമായതിനാൽ ഭഗവാന്റെ തുമ്പിക്കൈ ഇടതുവശത്തേക്ക് ചെരിഞ്ഞു നിൽക്കുന്നത് വയ്ക്കുന്നതാണ് നല്ലത്. തുമ്പിക്കൈ വലതുവശത്തേക്ക് ചെരിഞ്ഞു നിൽക്കുന്നത് സൂര്യൻ്റെ ശക്തിയെ പ്രതിനിധീകരിക്കുന്നു. ലളിതാസനം എന്നറിയപ്പെടുന്ന ഭഗവാന്റെ ഇരിപ്പ് സ്ഥാനം വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ സമാധാനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. സമ്പത്ത്, സുഖം, ആഡംബരം എന്നിവ ആഗ്രഹിക്കുന്നവർ ചാരിയിരിക്കുന്ന ഗണേശ വിഗ്രഹം വയ്ക്കുന്നതാണ് നല്ലത്. ഗണപതി വിഗ്രഹത്തിൻ്റെ നിറത്തിലുമുണ്ട് പ്രാധാന്യം. വെളുത്ത നിറത്തിലുള്ള ഗണപതി സമൃദ്ധി, സമാധാനം, സന്തോഷം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. പൂജാമുറിയിൽ ഗണപതി വിഗ്രഹം വയ്ക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം വീടിൻ്റെ വടക്ക് കിഴക്ക് മൂലയാണ്. വിഗ്രഹം കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ അഭിമുഖമായി വരുന്നത് ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ സഹായിക്കും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം.